നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ പൊറുക്കാനാവാത്ത തെറ്റുകൾ തന്നെയാണ് 26/11 മുംബൈ സ്ഫോടനത്തിലേക്ക് നയിച്ചത്. അവഗണിച്ച മുന്നറിയിപ്പുകൾ UPA കാലഘട്ടത്തിൽ പതിവായിരുന്നു. ഏജൻസികളെല്ലാം തന്നെ രഹസ്യമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങൾ പങ്കിടൽ ഒരു മാനദണ്ഡമേ ആയിരുന്നില്ല. അത് ദുരന്തത്തിലേക്ക് നയിക്കുകയായിരുന്നു. UPAയുടെ നയപരമായ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും ദുർഭരണത്തിനും കഴിവില്ലായ്മയ്ക്കും നമ്മുടെ പൗരന്മാർ രക്തം നൽകേണ്ടി വന്നു. ഈ രാജ്യത്തിന്റെ മനസാക്ഷി നടുങ്ങിയ ഒരു സ്ഫോടനമായിരുന്നു അത്. ഭീകരതയുടെ സാധാരണവൽക്കരണം 26/11 മുമ്പ് നിരവധി തവണ ഭീകരാക്രമണങ്ങൾക്ക് ശേഷവും കോൺഗ്രസ് സർക്കാർ പാഠങ്ങൾ പഠിച്ചില്ല എന്നുള്ളതാണ്. ഭീകരതയുടെ ഈ മരവിപ്പിക്കുന്ന സാധാരണവൽക്കരണവും ഇന്ത്യക്കാരുടെ ജീവിതത്തെ ഉപയോഗശൂന്യമായി കണക്കാക്കുന്നതും കോൺഗ്രസിന്റെ ധാർമ്മിക പാപ്പരത്വത്തെ പ്രകടമാക്കുന്നതായിരുന്നു. കോൺഗ്രസിന്റെ മനോഭാവത്തിന് പൗരന്മാർ നൽകേണ്ടി വന്ന വില വലുതാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ തീരദേശ പ്രദേശം ഉണ്ടായിട്ടും ഗുരുതരമായ സുരക്ഷാ ചട്ടക്കൂട് ഉണ്ടായിരുന്നില്ല. തീവ്രവാദികളെ തടഞ്ഞിട്ടില്ല. അവർ ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് ആകസ്മികമായി എത്തി. ബോട്ടുകൾ വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് തീവ്രവാദികൾക്ക് എളുപ്പ വഴിയാക്കി മാറ്റിയ ഒരു സർക്കാരിനെതിരെ ഇതിനും വലിയ കുറ്റപത്രം ആവശ്യമുണ്ടോ? നമ്മുടെ കമാൻഡോകൾ വൈകിയാണ് എത്തിയത്. 26/11 ആക്രമണ സമയത്ത് ഡൽഹിയിൽ നിന്നും NSA വിമാനത്തിൽ എത്തിക്കേണ്ടി വന്നു. ഉദ്യോഗസ്ഥ തടസ്സങ്ങളും അംഗീകാരത്തിനായുള്ള സമയക്കുറവും മണിക്കൂറുകളോളം കാലതാമസത്തിനും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനും കാരണമായെന്ന് മാത്രമല്ല, ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീലിന് എത്തിച്ചേരാൻ വിമാനം 3 മണിക്കൂർ വിമാനത്താവളത്തിലെ ടാർമാർക്കിൽ കാത്തിരിക്കേണ്ടി വന്നു. തീവ്രവാദത്തിനെതിരായ പുതിയ സീറോ ടോളറൻസ് നയത്തിന് കീഴിൽ ഇന്ത്യയിൽ 7 NSC ഹബ്ബുകൾ തന്നെയുണ്ട്. അന്നത്തെ ദുർബലവും കഴിവുകെട്ടവനും തീരുമാനശേഷിയില്ലാത്തവനുമായ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർണായക സമീപനം. എന്നാൽ മുംബൈ പോലീസ് ധൈര്യത്തോടെ തന്നെ പോരാടിയിരുന്നു. പക്ഷേ കാലഹരണപ്പെട്ട ആയുധങ്ങൾ ഉപയോഗിച്ച് പകുതി സംരക്ഷണവും അപര്യാപ്തമായ ഉപകരണങ്ങളുമായാണ് നമ്മുടെ ധീരന്മാരായ ഉദ്യോഗസ്ഥർ വെടിയുണ്ടകൾക്ക് നേരെ പാഞ്ഞെടുത്തത്. നേതൃത്വം അവരെ പരാജയപ്പെടുത്തി. സാമ്പത്തിക തട്ടിപ്പുകളുടെയും അഴിമതിയുടെയും ഒരു പരമ്പരയോടെ 2G, കോമൺവെൽത്ത്, കോൾഗേറ്റ്, കോൺഗ്രസ് രാഷ്ട്രീയക്കാർ നികുതിദായകരുടെ പണം മോഷ്ടിക്കുക തന്നെ ചെയ്തു. പക്ഷേ പോലീസ് നവീകരണത്തിന് അവരുടെ കൈവശം പണമില്ലായിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. UPA ഭരണകാലത്ത് ഇന്ത്യ ഒരു ചങ്ങാത്ത പ്രവർത്തനരഹിതമായ രാഷ്ട്രമായി മാറാനുള്ള പാതയിൽ തന്നെയായിരുന്നു. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നിയമപാലനത്തെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 100 മരണങ്ങൾ വിരോധാഭാസമായി മാറുകയാണ്. പ്രധാൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രത്യേകിച്ച് ഭയാനകമായിരുന്നു. ഇതിന്റെ കണ്ടെത്തലുകൾ പ്രകാരം 2007 മുതൽ മുംബൈ പോലീസ് വെടിവെപ്പിന് പരിശീലനം നൽകിയിട്ടേയില്ല. തീവ്രവാദികളെ നേരിടാൻ പോലീസുകാർക്ക് പരിശീലനം നൽകി കഴിഞ്ഞിട്ടില്ല. സത്യത്തിന് ലജ്ജാകരമായ വളച്ചൊടിക്കലും ഉണ്ടായി. രാജ്യത്തിന്റെ മനസാക്ഷി കത്തിക്കരിഞ്ഞപ്പോൾ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി AR ആന്തുലെ, ദിഗ്വിജയ് സിംഗ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ഭൂരിപക്ഷം ജനങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ കാവ്യ ഭീകരതയുടെയും 26/11 RSS ഡിസ്റ്റോപ്പിയൻ അനുപാതത്തിലുമെത്തി. കുറ്റവാളിക്ക് യാതൊരു വിലയും നൽകേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുജന വിവരങ്ങൾ അനുസരിച്ച് കോൺഗ്രസ് നേതൃത്വം പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം കൈകാര്യം ചെയ്യുന്നതിനാണ് കൂടുതൽ താല്പര്യം കാണിച്ചത്. പൊതുജന വിവരങ്ങൾ അനുസരിച്ച് കോൺഗ്രസ് നേതൃത്വം പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം കൈകാര്യം ചെയ്യുന്നതിനാണ് കൂടുതൽ താല്പര്യം കാണിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദേശീയ ദുരന്തമല്ല, മറിച്ച് പബ്ലിക് റിലേഷൻസ് പ്രതിസന്ധി തന്നെയായിരുന്നു. കൃത്യമായ നടപടിക്കായി പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം കോൺഗ്രസ് മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകുന്ന തിരക്കിലുമായിരുന്നു. അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി കൊണ്ടലീസ റൈസിന്റെ ഓർമ്മക്കുറിപ്പ് പ്രകാരം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പ്രണബ് മുഖർജിയെ പലതവണ വിളിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ പ്രതികരണമൊന്നും ലഭിച്ചില്ല. അദ്ദേഹം കോൾ എടുക്കുമ്പോൾ അദ്ദേഹം തന്റെ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു. കോൺഗ്രസ് മുന്നോട്ട് വെച്ച അന്താരാഷ്ട്ര സമ്മർദ്ദ വിവരണം ദുർബലമായ സംസ്ഥാനത്തിന്റെ അംഗീകാരമായി മാറി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി RR പാട്ടീൽ പിന്നീട് വളരെ വികാരരഹിതമായ പ്രസ്താവനകളാണ് നടത്തിയത്. ഇതുപോലുള്ള കാര്യങ്ങൾ വലിയ നഗരങ്ങളിൽ സംഭവിക്കുന്നുവെന്നും അത് കോൺഗ്രസിന്റെ ജനവിരുദ്ധ ചിന്താഗതിയെ സംവേദനക്ഷമതയില്ലായ്മയും വെളിപ്പെടുത്തുന്നുവെന്നും പറഞ്ഞു. 60 മണിക്കൂറിലധികം ഇന്ത്യ ഒരു ആബ്സെന്റ് സ്റ്റേറ്റ് ആയി മാറുകയായിരുന്നു. ജനങ്ങൾക്ക് സർക്കാരിനുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെടുകയും ചെയ്തു. UPA കാലഘട്ടത്തിൽ സൈബർ നിരീക്ഷണം അപര്യാപ്തമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തത്സമയം പ്രവർത്തനക്ഷമമായ ഉൾക്കാഴ്ചകളും ഉണ്ടായിരുന്നില്ല. ഏതായാലും മുംബൈ ഭീകരാക്രമണം കോൺഗ്രസിന്റെ പിടിപ്പുകേടില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി മാറുകയായിരുന്നു.